കൺസിഡർ ചെയ്യുന്നില്ല, തൽക്കാലം മാറ്റി നിർത്തുവാണ്. സോ എൻ്റെ വാല്യൂ എന്തായി? 241 ഇസ് ഈക്വൽ ടു 2651 ആയി. 2651. ഈ രണ്ട് നമ്പറിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. നമ്മൾ ഈ 11ൻ്റെ ഈസി മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മൾ ആദ്യത്തെയും ലാസ്റ്റത്തെയും നമ്പർ അങ്ങനെ തന്നെ എഴുതും, പിന്നെ ഇടയ്ക്കുള്ളവരെ ആഡ് ചെയ്ത് എഴുതും. 4 + 1 5 ആണ്, 4 + 2 6 ആണ്. ഈ സെയിം ആൻസർ അല്ലേ നമുക്ക് കിട്ടിയേ? യെസ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഈ ഷോർട്ട് ട്രിക്സ് അല്ലെങ്കിൽ ഈ ഡിവിസിബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ പഠിക്കണത് എന്തിനാണ്? ഇപ്പം വെറുതെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വലിയൊരു പ്രോസസ്സല്ല. If a number is given and you wanted to multiply it by 11 എന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 10 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കത് ആഡ് ചെയ്യാം അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 241 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നിങ്ങൾക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ 10 കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 11 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഷോർട്ട് ട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ട്രിക്ക് നിങ്ങൾക്ക് അതിനെ മൾട്ടിപ്ലിക്കേഷനിൽ ആവശ്യം വന്നതിനേക്കാളും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം വരിക. നോക്കിക്കോളൂ, ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. എന്തുകൊണ്ട് ഈ നമ്പർ ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ ആയിക്കൂടാ? 241ൻ്റെ കൂടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. ദർ ആർ ചാൻസസ് ഫോർ ദാറ്റ് അല്ലേ. സോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2410 241 ആണ് നമുക്ക് കിട്ടിയത്, 2651 ആണ്. സെയിം ആൻസർ അല്ലേ ഇവിടെ കിട്ടിയത്. സോ നമുക്ക് പറയാം 241 × 11 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25610 കിട്ടും. നമുക്ക് കിട്ടേണ്ട ആളിവിടെ ഒരു 0 ഉണ്ട്. സോ 11ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്താൽ 110 ഈസ് മൈ ആൻസർ. ക്ലിയർ ആയോ? എൻ്റെ ബി എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? ബി എന്ന് പറയുന്ന എമൗണ്ട് 110 ആണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം എല്ലാ വാല്യൂസിനെയും, ബിയുടെ വാല്യൂ ബി തന്നെയാണ്, എ ആയാലും സി ആയാലും ബിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ഇൻ ടേംസ് ഓഫ് ബി, സി ഇൻ ടേംസ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്കറിയാം എ + ബി + സി എന്ന് പറയുന്നത് 410 ഈക്വൽ ആണ്. ചില സമയത്ത് എക്സാമിനേഷൻസിൽ നിങ്ങൾക്ക് തരുമ്പം എയും ബിയും സി ഒക്കെ ഇങ്ങനെ എമൗണ്ട് വീതിച്ച് കഴിഞ്ഞ് ഇത്ര എമൗണ്ട് ബാക്കി ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ എന്നൊക്കെ അവർ തരും. സോ അങ്ങനെ ഇത്ര എമൗണ്ട് ബാക്കിയുണ്ടെന്ന് തന്നാൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആരെയും കൂടെ ഇപ്പോൾ ഈ ഒരു